ഹായ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവർക്കും. ഇന്ന് പുതിയതായിട്ട് വീഡിയോകളൊന്നും കിട്ടിയിട്ടില്ല, ഇനിയും ശരിയാക്കണം അത്. അപ്പം എന്നെ കൃഷി പോയിട്ട് രാവിലെ തന്നെ പോയിട്ട് കൃഷിയുടെ അടുത്ത് പോയി അതിൻ്റെ കുറച്ച് ഇതാണ് ഫോട്ടോസാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അതാണ് ഇന്ന് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നത്. എല്ലാ ദിവസത്തേക്കും നമുക്ക് വേണ്ടേ. അപ്പം അതിന് മഴയോട് മഴയാണ്, അപ്പോൾ അത് കാരണം കൃഷിയും തന്നെ അങ്ങോട്ടും വളരുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അധ്വാന വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിതാ വന്നിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഇന്നത്തെ കൃഷിയുടെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ഒരിക്കൽ കൂടി. ഓക്കെ, ബൈ, നാളെ കാണാം. ഇന്ന് നല്ല മഴയാണ് ഇവിടെ പെയ്യുന്നത്, രാത്രി മുഴുവൻ മഴയാണ്. അപ്പം നട്ട ചെടികൾ, ഇത് തക്കാളിയാണ്, അതിന് ചുവട്ടിൽ പച്ചിലകൾ വെച്ച് കൊടുത്തിരിക്കുക. ഇത് കുറേ വന്നിട്ട് മയിലുകൾ വന്ന് തിന്നു പോയതാണ്. എന്നിട്ട് വീണ്ടും അതിനെ പൊട്ടിക്കിളിപ്പിച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെയുള്ള ഒരു ഇതാണ്. എന്താ ചെയ്യാനാ, മഴ ഇങ്ങനെ തോരാത്ത മഴ പെയ്താൽ എങ്ങനെ ഉണ്ടാകാൻ. നമ്മൾ കഷ്ടപ്പെടുക എന്നല്ലാതെ കൊണ്ട് ഉണ്ടാകും. ഇന്ന് മഴ തീരും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് പോവുകയാണ്. തക്കാളി ഒരു 50 മൂട് 60 മൂടുണ്ടാകും തക്കാളി. ഒന്നും തട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. ഇത് മുളകാണ്, മുളക് കുറച്ച് വലിപ്പത്തിലായതായിരുന്നു, എന്നിരുന്നാലും അത് പിടിച്ച് വന്നിട്ടുണ്ട്. പീടിയ മുളക്, ഇത് മുഴുവൻ പീടിയ മുളകാണ്. വഴുതനയുണ്ട് അതിനിടയിൽ വരുന്നു. ഇത് ഒരു പടവലം, അതുപോലെ ഒരു വഴുതനയൊക്കെ വേറെ ഉണ്ട്. ഇതൊക്കെ കാന്താരി മുളകാണ്, കാന്താരി കാന്താരി മുളകാണ്. ഞാൻ ഇത് ചെണ്ടുമല്ലി, ഇത് എത്ര കണ്ട് വലിപ്പം വെച്ച് കൃഷിയാകുമ്പോൾ പിന്നെ ഘട്ടമായിട്ടാണല്ലോ ഉണ്ടാകുക. അപ്പോൾ എത്ര കണ്ട് വലിപ്പം വെച്ചു എന്നുള്ളത് ഒന്നറിയാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഇതിടാം എന്ന് വെച്ചത് കേട്ടോ. ഇനി കുറച്ചും കൂടി നടാനുണ്ട്, തൈകൾ നല്ലത് കിട്ടിയാൽ മാത്രം. ഇത് വെണ്ടയാണ്, വെണ്ട നമ്മളിവിടെ പാകി കിളിപ്പിച്ചതാണ്. ഇത് ചുവന്ന ചീരയുടെ വിത്താണ്, പറിച്ച് വെച്ചിട്ടില്ല, പറിച്ച് വയ്ക്കാനാവുന്നതേ ഉള്ളൂ. മുളകും തൈകൾ ആണ് രൂപത്തിൽ വെച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ നിലത്ത് ചക്കരക്കിഴങ്ങ് നട്ടിട്ടുണ്ട്. ഇത് കൂർക്കയാണ്. കൂർക്ക ഒരു 6, 8 ഏരിയുണ്ട്. ഏരിയയിലാണ് നട്ടിരിക്കുന്നത്. കുറച്ചേ ഉള്ളൂ, വീട്ടിൽ പാകി കളിപ്പിച്ചതാണ്. വേറെ മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇല്ല, കിട്ടാനില്ല. അതുകൊണ്ട് ഓരോ ഏരിയയിൽ ഓരോ വരിയായിട്ടാണ് നട്ടിരിക്കുന്നത്. മറ്റേ 2 എണ്ണം വീതം നടുകയാണ് പതിവ്. ഇത് ചക്കരക്കിഴങ്ങ് നട്ടതാണ്. ചക്കരക്കിഴങ്ങിൻ്റെ വള്ളി 4 ഏരി ചക്കരക്കിഴങ്ങിൻ്റെ വള്ളി നട്ടതാണ്. പിന്നുള്ളത് പിന്നെ ആയിട്ടില്ല, മത്തനാണ് നട്ടിട്ടുള്ളത്. പിന്നെ ചേമ്പുണ്ട്,
വഴുതന വേറെ കുറച്ച് കൊള്ളിത്തറി നട്ടിട്ടുണ്ട്. ഇത് മത്തൻ വരുന്നേ ഉള്ളൂ. എല്ലാം ഒന്നും നല്ലവണ്ണം പോലൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരണമെങ്കിൽ മയിലുകളുടെയും അതുപോലെ തന്നെ എന്താ പറയുക കാട്ട് പന്നികളുടേതൊക്കെ നിൽക്കുന്ന വഴുതനയാണ്. ഒക്കെ പൂത്ത് വരുന്നുണ്ട്, പൂവിട്ടിട്ടൊക്കെ വരുന്നുണ്ട്. ഒക്കെ നന്നായിട്ടുണ്ടാവും. ഒക്കെ എല്ലാത്തിനും വളമൊക്കെ കൊടുത്ത് ഞാനിങ്ങനെ 2-3 വിളവ് കഴിഞ്ഞതിന് ശേഷം 2-3 തരത്തിൽ വളങ്ങളൊക്കെ ആഴ്ചയിൽ കൊടുത്ത് അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് വരികയാണ്. നമ്മൾ പറമ്പെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെയാണ്. അപ്പം ആ ദൂരെയുള്ളത് നമുക്ക് എപ്പോഴും നമുക്ക് നോക്കാൻ പറ്റുമോ? പിന്നെ വരുന്ന സമയത്ത് നമ്മളൊന്ന് നോക്കുക. ഒരു 3 ദിവസം 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഒക്കെ ഒന്ന് വരുന്നുണ്ട്. അന്നേരം ഒന്ന് നോക്കിയിട്ട് അതിനെ കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് ശുശ്രൂഷിക്കേണ്ടതൊക്കെ ശുശ്രൂഷിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നല്ല രീതിയിൽ ഇതെല്ലാം ഉണ്ടായതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ നല്ല രീതിയിൽ ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞാൻ ഇട്ട് തരുന്നതാണ്. ഇപ്പം എല്ലാവരും ഇത് കണ്ട് സന്തോഷിക്കുക. ഇതാണ് ചേമ്പ്. കുറച്ച് വെണ്ട ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം വെണ്ട കുറച്ച് വലിപ്പം വെച്ചിട്ട് പറിച്ച് നട്ടതാണ്. അതാണ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ചേനയും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് കാണിക്കാം. അതടുത്ത കണ്ടത്തിലാണ്. ചേനയിൽ പുല്ല് നല്ലപോലെ കയറി കിടക്കുന്നുണ്ട്, ഉള്ളിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ചേന ഒരു വരിയായിട്ട് നട്ടിരിക്കുകയാണ്. വെള്ളം മാറ്റി പുല്ല് മാറ്റിക്കഴിഞ്ഞാൽ അന്നേരം പന്നി വരും, മാന്തി തിന്നുകൊണ്ട് പോകും. അത് കാരണം എന്നാൽ പുല്ലങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിർത്തിയിരിക്കുകയാണ്. അതാണ് കാരണം. ഒക്കെ പിന്നെ വാഴകളൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മുടെ തെങ്ങും വാഴയും ഒക്കെ പരിസരത്ത്. അല്ല, ഇനി മഴയൊന്നും തോരാതെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പന്തലിട്ട് കൊടുത്തിട്ടുണ്ട്. കയ്പയും പയറും പടവലവും പടത്താൻ വേണ്ടിയിട്ടാണ്. അതിന് വാങ്ങിക്കൊണ്ട് വരണം. തൈകൾ ഒന്നും കിട്ടാനില്ല. കാരണം മഴ എല്ലാവർക്കും ബാധകമല്ലേ. അപ്പോൾ അത് കാരണം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാവശ്യം ഓണത്തിനൊന്നും പറഞ്ഞിട്ട് നമ്മൾ നട്ടാൽ ഓണത്തിനൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല.